കടുക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതികഠിനമായ ചൂടാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് രേഖപ്പെടുത്തപ്പെട്ട പ്രദേശങ്ങളും സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്ത് താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന പശ്ചാത്തലത്തിൽ പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. സൂര്യാഘാതമേറ്റ് നിരവധി പേർ ചികിത്സ തേടി. ഒരു മരണവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജാഗ്രതയോടെ ഈ ചൂടുകാലത്തെ നാം അതിജീവിക്കണം. ചൂട് വർദ്ധിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവാപായത്തിനും വരെ കാരണമായേക്കാം. ഈ സാഹചര്യത്തെ നേരിടാൻ സർക്കാർ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവ കർശനമായി പാലിക്കണം. പകൽ 11 മുതൽ 3 വരെ പുറത്തിറങ്ങരുത്. ഈ സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക. കോവിഡ് കാലത്തെ പോലെ തന്നെ ഇതൊരു സെൽഫ് ലോക്ക്ഡൌൺ സമയമായി കണ്ട് അനാവശ്യ യാത്രകളും പുറംപണികളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. വീടിനകത്തും തൊഴിലിടങ്ങളിലും നല്ല വായുസഞ്ചാരം ഉറപ്പാക്കണം. ദാഹമില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന പാനീയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാം. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. വസ്ത്രധാരണത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന ഈ കാലാവസ്ഥയിൽ വളരെയധികം പ്രധാനമാണ്. ഇളം നിറത്തിലുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ കുട, പാദരക്ഷകൾ, സൺഗ്ലാസ് എന്നിവ നിർബന്ധമായും ഉപയോഗിക്കുക. പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഹൃദ്രോഗം, പ്രമേഹം, ക്യാൻസർ, ചർമ്മരോഗങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് വിദഗ്ധർ പറയുന്നു. ആൽബനിസം ബാധിച്ചവരും ഈ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. പകൽ 11 മുതൽ 3 വരെ തുറസായ സ്ഥലങ്ങളിലെ പൊതുയോഗങ്ങൾ, കലാകായിക പരിപാടികൾ എന്നിവ പാടില്ല എന്ന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. മനുഷ്യരെ പോലെ തന്നെ പ്രധാനമാണ് മൃഗങ്ങളുടെ കാര്യവും. വളർത്തുമൃഗങ്ങൾക്കും തെരുവിലെ മൃഗങ്ങൾക്കും കുടിവെള്ളവും തണലും ഉറപ്പാക്കണം. തൊഴിലിടങ്ങളിലെ ജോലി സമയം ക്രമീകരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ജാഗ്രതയോടെ നമുക്ക് ഈ വേനൽക്കാലത്തെ നേരിടാം.